ഹായ് ഹലോ ചുങ്കത്ത് ചില്ലറയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യത്യസ്തങ്ങളായ കുറച്ച് ഡയമണ്ട് ഓർണമെൻറ്റ്സ് ആണ്. ഇതിനെപ്പറ്റി ഇദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ളി ഡയമണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ മാല ഒരു ഫ്യൂഷനാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്തിട്ട് അതിൽ റൂബി സ്റ്റോൺ സെറ്റ് ചെയ്തിരിക്കുകയാണ്. റൂബി സ്റ്റോൺ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് ഒരു അട്രാക്ഷൻ വരുത്തുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു റൂബി ചെയ്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് പാട്ട് നമുക്ക് റോസ് ഗോൾഡ് മിക്സ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് വൈറ്റ് ഗോൾഡ് പോളിഷാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെഡും അതുപോലെ തന്നെയാണ്. സ്റ്റെഡ് ചെയ്തിരിക്കുന്നത് സെൻട്രലാണ് റൂബി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡ് മൊത്തം ഒരു ഗോപി ഷേപ്പിൽ ഡയമണ്ടും സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഏകദേശം 1 ക്യാരറ്റ് 62 സെൻറ്റാണ് ഈ നെക്ലസിൽ വരുന്നതായ ഡയമണ്ടിൻ്റെ തൂക്കം. അതുപോലെ തന്നെ 20 സെൻറ്റോളമാണ് അതിൽ കമ്മലിൻ്റെ ഡയമണ്ടിൻ്റെ തൂക്കം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഉള്ളത് റൂബി വെച്ചതായ ഡയമണ്ടിൻ്റെ വളയാണ്. കുറച്ച് ബ്രോഡായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലൈറ്റ് വെയ്റ്റ് നമ്മുടെ കയ്യിൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 1.5 ക്യാരറ്റോളം ഡയമണ്ട് വരുന്നതായ സിംഗിളായിട്ട് യൂസ് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വള എന്നുള്ളത് 2 കയ്യിലും ഓരോ വള യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഓർണമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഗോൾഡ് യൂസ് ചെയ്യില്ല. ക്രിസ്ത്യൻസിനാണെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഗൗണോ അല്ലെങ്കിൽ വൈറ്റ് സാരിക്ക് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരുപാട് ഓർണമെൻറ്റ് യൂസ് ചെയ്യില്ല. പകരം ഇങ്ങനത്തെ ഒരു വൈറ്റ് സ്റ്റോൺ അല്ലെങ്കിൽ സിർക്കോൺ സ്റ്റോൺ അല്ലെങ്കിൽ ഡയമണ്ട് അങ്ങനെ വരുന്നതായ ഒരു മാലയ്ക്കായിരിക്കും കൂടുതൽ യൂസ് ചെയ്യണേ. അപ്പോൾ അതിന് കൂടുതൽ അട്രാക്ഷൻ വരുത്താനാണ് ഇങ്ങനത്തെ ഒരു ഡയമണ്ട് ഓർണമെൻറ്റ് നമ്മൾ ഷോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് റൂബി സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂബി എപ്പോഴും കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇതിൽ സെറ്റ് ചെയ്തതിന് ബർമൻ റൂബിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബർമൻ റൂബിയാണ് നമുക്ക് ഏറ്റവും നല്ല റൂബിയായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VVS EF ആണ്. നമുക്കതുകൊണ്ട് തന്നെ നമുക്കൊരു കാലത്ത് തിരിച്ചു കൊടുക്കാനായാലും 100% ബൈബാക്കാണ് ഡയമണ്ടിൻ്റെ ഓർണമെൻറ്റിന് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 100% നിങ്ങൾക്ക് ബൈബാക്ക് ലഭിക്കുന്ന രീതിയിലുള്ളതായ ഒരു ഡയമണ്ട് ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് VVS EF സെലക്ട് ചെയ്ത് വാങ്ങിക്കുക. നമുക്കത് റീസെയിൽ വാല്യൂ ഫുള്ളും കിട്ടാൻ വേണ്ടി തന്നെ. ഏകദേശം 1.5 ക്യാരറ്റോളം ഡയമണ്ട് വരുന്നതായ ഒരു വളയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. 2 വളയും കൂടി 3 ക്യാരറ്റ് ഉണ്ട്. ഗോൾഡ് വെയ്റ്റ് ഏകദേശം 18 ഗ്രാം 2.25 പവനാണ് ഇതിൻ്റെ ഗോൾഡ് വെയ്റ്റ് വരുന്നത്. ഇത് കംപ്ലീറ്റ് 18 ക്യാരറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമല്ലോ. ഇനി അടുത്ത എപ്പിസോഡുമായി വരുന്നവരെ ഗുഡ് ബൈ.